പ്രഖ്യാപനം നടത്താൻ ഇപ്പോൾ കുറച്ച് പണ്ഡിതർ ഇറങ്ങിയേക്കാണ്. ഇവിടെ ഒന്നുമില്ല. ഇതൊക്കെ പറഞ്ഞത് ഇതെന്താണ് മാനദണ്ഡം? ഇവർ ഇത്ര ദിവസം ഇന്നലെ ജനിച്ച കുട്ടികളെ പോലെയാണ് ഈ വിദഗ്ധർ എന്ന പേരിട്ട് ചെല്ലു വന്നേക്കുന്നത്. ഇന്നലെ അവർ ജനിച്ചിട്ടുള്ളൂ. അതിന് മുമ്പ് നടന്നതൊന്നും വിവരങ്ങളൊന്നും മനസ്സിലാക്കുക. കേരളത്തിൻ്റെ ഒരു പ്രശ്നം, കേരളം എന്തെങ്കിലും നേട്ടം കൈവരിച്ചാൽ അങ്ങനെ ഇല്ല എന്ന് സ്ഥാപിക്കുന്നതിൽ ആത്മനിർവൃതി കൊള്ളുന്ന ഒരു കേരള വിരുദ്ധ സംഘം നമ്മുടെ നാട്ടിലുണ്ട്. അവരാണ് എല്ലാവരോടും പറയാം, കേരളത്തിൽ മഞ്ഞക്കാട് പിങ്ക് കാർഡ് 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ 31.5 ലക്ഷം സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളിൽ പെൻഷനൊന്നും ലഭിക്കാത്തവരാണ്, മറ്റാനുകൂല്യങ്ങളൊന്നുമില്ല. എല്ലാ സ്ത്രീകൾക്കും 1000 രൂപ വെച്ച് ഗവൺമെന്റ് നൽകാൻ തീരുമാനിച്ചു. സ്ത്രീ ശക്തിയുടെ പുറം ചെറിയ കാര്യമല്ല. 3800 കോടി രൂപ വേണം. പ്രഖ്യാപിച്ചപ്പോ കാശെവിടെ? ഇത് മുഖ്യമന്ത്രി ഇരുന്നിട്ട് ധനകാര്യമന്ത്രിയും ബന്ധപ്പെട്ട 2 മാസമായി തുടങ്ങിയിട്ട്. പെൻഷൻ 1600 ആയിരുന്നു, ഇപ്പൊ എത്രയാക്കി? 2000 ആക്കി. അപ്പൊ ഇന്നലെ ചർച്ച ചാനലിലെല്ലാം ഇതൊന്നും നടക്കാൻ പോണില്ല. അപ്പൊ ഇന്ന് നോക്കുമ്പോൾ ധനകാര്യമന്ത്രി ഈ നവംബറിൽ കഴിഞ്ഞ മാസത്തെ 1600-ഉം ഈ മാസത്തെ 1600-ഉം നവംബറിൽ 2000 കൂട്ടി 3600 രൂപയ്ക്കുള്ള ഫണ്ടാക്കി അനുവദിച്ചു. എവിടെയെന്ന് ചോദിച്ചിട്ട് ശ്വാസം വിട്ടില്ല ആളുകൾ. അപ്പോഴേക്കും ഈ നവംബറിൽ നിങ്ങൾക്ക് പെൻഷൻ ഉള്ളവർക്ക് കിട്ടാൻ പോണത് 3600 രൂപയാണ്. ആശാ വർക്കേഴ്സ്, അംഗനവാടി ടീച്ചർമാർ, ഹെൽപ്പർമാർ, സാക്ഷരതാ പ്രേരക്, പ്രീ പ്രൈമറി ടീച്ചേഴ്സ്, ആയമാർ എല്ലാവർക്കും 1000 രൂപ വർദ്ധിപ്പിച്ചു. ഇത് കൂടാതെ പാചക തൊഴിലാളികൾ സ്കൂളില് അവർക്ക് ദിവസവേതനാണ്, അവർക്ക് 1600 രൂപ വർദ്ധിപ്പിച്ചു. അപ്പോൾ ADS-കാർ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെ പ്രഭാത സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ ചിലർ മുഖ്യമന്ത്രിയോട് ഞങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല, ADS കൊണ്ടുമടക്കൽ കുറച്ച് പാടാണ്. എന്താ അപ്പോൾ അവർക്കും മാസം 1000 രൂപ എല്ലാ ADS-നും. ചെറുപ്പക്കാർ ITI കഴിഞ്ഞു, പിന്നെ ഡിപ്ലോമ കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, പിന്നെ അപേക്ഷ ഫീസ്, ജോലിക്ക് പോകണമെങ്കിൽ അതിന് മറ്റേ സർട്ടിഫിക്കറ്റ്, ചിലപ്പോൾ പരിശീലനം, ഇതിന് വീണ്ടും വീട്ടിൽ പോയി കാശ് വാങ്ങിക്കണ്ടേ. 1 ലക്ഷം രൂപ താഴെയാണ് കുടുംബത്തിൻ്റെ വരുമാനമെങ്കിൽ ITയും ഡിപ്ലോമയും ഡിഗ്രിയും കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്ന ആ ഒരു വർഷം ഓരോ മാസവും ഈ ചെറുപ്പക്കാരന് 1000 രൂപ വെച്ച് കൊടുക്കും ഗവൺമെന്റ്. ആദ്യമായിട്ടാണ് ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതാണ് ഇപ്പം തന്നെ അതിനാവശ്യമായ ഫണ്ടും. അപ്പൊ ചിലർ പറയണോ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് ഈ പൈസ കൂട്ടാൻ തീരുമാനിച്ച പെൻഷൻ. 2016-ൽ പിണറായി മുഖ്യമന്ത്രിയാകുമ്പോൾ അതിനു മുൻപ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത് പെൻഷൻ 1000 രൂപയാക്കുമെന്നാണ്. എത്രയാക്കി? ആ വാക്ക് പാലിച്ചില്ല. 1000 ആക്കേണ്ട സ്ഥാനത്ത് 1600 ആക്കി. 1000 ആക്കാന്ന് പറഞ്ഞുള്ളൂ. 1000 ആക്കാന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പ്രകടന പത്രിക തന്നെ നടപ്പിലാക്കാറില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം കേട്ടിട്ടുണ്ട് നമ്മൾ.